നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മലയാളികൾ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ട ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്നുള്ള ഈ കാഴ്ച. നമ്മുടെ നാട്ടിലെ ഏറ്റവും ആകർഷകമായ വിനോദസഞ്ചാരങ്ങളിൽ ഒന്നായ ഫോർട്ട് കൊച്ചി വൃത്തിഹീനമായി കിടക്കുന്നത് കണ്ട് ബീച്ച് വൃത്തിയാക്കിയത് റഷ്യൻ സഞ്ചാരികളാണ്. ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല ഈ വൃത്തിഹീനമായ സാഹചര്യമുള്ളത്. വിനോദസഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിലെയും ബീച്ചുകളിലെയും പൊതുസ്ഥലങ്ങളിലെയും സാഹചര്യം എന്താണെന്ന് സ്പോട്ട് ലൈവ് പരിശോധിക്കുകയാണ്. ആദ്യം പോകുന്നത് തിരുവനന്തപുരം വേളിയിലേക്കാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, മലയാളികളെ സംബന്ധിച്ച് അത്ര പുതുമയുള്ള കാഴ്ചയല്ല നമ്മളിപ്പോൾ കണ്ടത്, ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് കണ്ടത്. ഒരുപക്ഷെ ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല, പല ടൂറിസം കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് ബീച്ചുകളിലടക്കം പോയാലും സമാനമായ രീതിയിൽ വൃത്തിഹീനമായ പല കാഴ്ചകൾ കാണാൻ കഴിയും. അലക്ഷ്യമായ രീതിയിൽ വേസ്റ്റുകൾ തള്ളുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. പക്ഷെ നമ്മളെ ലജ്ജിപ്പിച്ചത് ഇത് വൃത്തിയാക്കാൻ വേണ്ടി ടൂറിസ്റ്റുകൾ, അതായത് വിനോദസഞ്ചാരികൾ, റഷ്യയിൽ നിന്നുള്ളവർ അത് വൃത്തിയാക്കാൻ എത്തുന്നു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഈ കാഴ്ച കണ്ടാൽ നമ്മൾ നന്നാകുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. എന്താണ് വേളി ബീച്ചിൽ നിന്നുള്ള കാഴ്ച? അവിടുത്തെ ഒരു അവസ്ഥ എന്താണ് ഡാൻ? ടോം, പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ, ആഭ്യന്തര വിനോദസഞ്ചാരികളും വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികളും എത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കോവളം, ശംഖുമുഖം, അതോടൊപ്പം തന്നെ വേളി ടൂറിസ്റ്റ് വില്ലേജ്. ഈ അവധി ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഏതാണ്ട് 5000-ഓളം ആളുകൾ ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. പക്ഷേ ഞാൻ നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ പൊഴിയും കടലുമായി ചേരുന്ന ഭാഗത്താണ്. പക്ഷേ വളരെ വൃത്തിഹീനമായ സാഹചര്യമാണ് ഇവിടെ. അതായത് ആളുകളിൽ നിന്ന് പണം വാങ്ങിയാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. കുട്ടികളായി കുടുംബമായി എത്തുന്ന വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വൃത്തിഹീനമായ ഈ സാഹചര്യം. ഈ ടൂറിസ്റ്റ് വില്ലേജിന്റെ ഒരു വശത്ത് ഇങ്ങനെ, അതായത് ഈ ഇവിടുത്തെ സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടേക്ക് വന്നെത്തുന്ന വിനോദസഞ്ചാരികൾ കൃത്യമായി അവർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ സംഭവിക്കുന്ന അപാകത എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ഭക്ഷണ അവശിഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇതൊക്കെ ഈ ടൂറിസ്റ്റ് വില്ലേജിൽ തന്നെ ഒരു സൈഡിലേക്ക് നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇത് വേളി ടൂറിസ്റ്റ് വില്ലേജിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ബീച്ചിൽ മാത്രമല്ല, ശംഖുമുഖത്തും കോവളത്തും ഒക്കെ സമാനമായ സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള നടപടികൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നഗരസഭയുടെയും ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ ഈ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത. അത് കഴിയാതെ വരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകളിലൊക്കെ സാധാരണ കാഴ്ചയായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. അതായത് ഈ മാലിന്യമുക്ത കേരളം എന്നത് അത് സർക്കാരിന്റെയോ കേവലം ഒരു ഏതെങ്കിലും അധികൃതരുടെ മാത്രമേ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നടപടിയല്ല. അതിൽ പൊതുജനങ്ങളുടെ ഒരു പിന്തുണ കൃത്യമായി ഉറപ്പാക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ മാത്രമേ നമുക്ക് ഈ മാലിന്യമുക്ത പരിപാടികൾ പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അത് കൃത്യമായി ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇതുപോലെ വൃത്തിഹീനമായ സാഹചര്യം, അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലകളുടെ നിറം കെടുത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിൽ കറ പുരളുന്ന വിധത്തിലേക്കൊക്കെ മാറുന്ന കാഴ്ചകൾ, അത് തലസ്ഥാന നഗരത്തിൽ തന്നെ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ പേര് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധി കൊച്ചി ഈ സംഭവം, അതായത് ഈ റഷ്യൻ സഞ്ചാരികൾ ഫോർട്ട് കൊച്ചിയിൽ ഇത് വൃത്തിയാക്കുന്ന, ബീച്ച് വൃത്തിയാക്കുന്നത് കണ്ട് നമ്മുടെ പ്രതിനിധി നവമി ദിനേശ് അവിടെ പോയതാണ്, ഫോർട്ട് കൊച്ചിയിൽ പോയതാണ്. അവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച, അതിനുശേഷം ഒരു രീതിയിലുള്ള പരിപാലനവും ഉണ്ടാകുന്നില്ല. നഗരസഭാ അധികൃതർ ഇതൊക്കെ കണ്ടിട്ടും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപം നമുക്ക് ഉയരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പരിപാലനം ആരാണ് നടത്തേണ്ടത്? അതായത് നഗരസഭാ അധികാരികളാണോ, അതോ ഇതിനുവേണ്ടി പ്രത്യേകം ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അവർ കൃത്യമായ വേണ്ട രീതിയിൽ ഇവിടെ പരിപാലിക്കുന്നില്ലേ? ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ആരെയൊന്നും ചുമതലപ്പെടുത്തിയിട്ടില്ലേ? ടോം, കൃത്യമായി പറഞ്ഞാൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും നഗരസഭയും ഒരുമിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പക്ഷേ കൃത്യമായ ഉത്തരം
അത് അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ലഭ്യമാക്കേണ്ടത്. പക്ഷേ അവർ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഊർജിതമായി സ്വീകരിക്കുന്നുണ്ട് എന്ന വിശദീകരണമാണ് നമ്മൾ അവരുടെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കൃത്യമായി ജനങ്ങൾ കൂടി, അതായത് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ വെച്ചതിന് ശേഷവും അതിന് തൊട്ടടുത്തായിക്കൊണ്ട് അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആളുകളുടെ എണ്ണം ഒട്ടും കുറവല്ല എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരും മറ്റും പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ CCTV ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടുതൽ കാർക്കശ്യമുള്ളതായി മാറിയാൽ മാത്രമേ ഈ ഒരു പൊതുപ്രശ്നത്തിന്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകൾക്കും പറയാനുള്ള ദുരിത കഥയാണിത്. അല്ലെങ്കിൽ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നാടിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന തരത്തിലേക്ക് കുമിഞ്ഞുകൂടുന്ന ഈ മാലിന്യങ്ങൾ കേരളത്തിന് മുഴുവനൊരു അപമാനമായി മാറുന്നു, ദുർഗന്ധമായി മാറുന്നു എന്നതാണ് വസ്തുത. അവിടെ കൃത്യമായി അധികാരികളുടെ ഇടപെടലിന് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായി പൊതുജന പങ്കാളിത്തം കൂടി അനിവാര്യമാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി വിജയത്തിലെത്തിക്കാൻ. ഇവിടെ ജൈവ മാലിന്യങ്ങൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ മദ്യപിച്ചതിന് ശേഷം ഇവിടേക്ക് വലിച്ചെറിയുന്ന കുപ്പികളുണ്ട്, അതോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. ഇങ്ങനെ വലിയ തരത്തിൽ മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കുന്ന അവസ്ഥയാണ് വേളി ബീച്ചിന്റെ സമീപത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ടോം, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികളൊക്കെ അവിടെ നിക്ഷേപിക്കുന്നു, അവിടെ തള്ളുന്നു. അങ്ങനെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സാന്നിധ്യം കൂടി അവിടെ ഉണ്ട് എന്നല്ലേ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയാലും ലഹരി സംഘങ്ങളും മദ്യപ സംഘങ്ങളും ഒക്കെ ചില സ്ഥലങ്ങൾ കൈയടക്കുന്നു. അവിടെ സ്വസ്ഥമായി സ്വൈര്യമായി സമാധാനത്തോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ പല സ്ഥലങ്ങളും മാറുന്നുമുണ്ട്. ഈ പോലീസിൻ്റെ ഒന്നും ഒരു സാന്നിധ്യം, പോലീസ് പട്രോളിംഗ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. രാത്രി സമയങ്ങളിലും പകലുമൊക്കെ എന്താണ് അവിടുത്തെ കാഴ്ച? ടോം, പോലീസിന്റെ നിരീക്ഷണമൊക്കെ ഇവിടെ കർശനമായി ഉള്ള സ്ഥലമാണ്. ടൂറിസ്റ്റ് വില്ലേജിന് ഉള്ളിൽ തന്നെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്, ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, നഗരസഭയുടെ അധികൃതരുണ്ട്. അവരൊക്കെ കൃത്യമായ പരിശോധനകൾക്ക് മറ്റുമായി ഇവിടേക്ക് വരികയും അല്ലെങ്കിൽ മറ്റ് സുരക്ഷിതമല്ലാത്ത സാഹചര്യം എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന തരത്തിലേക്ക് ഈ ബീച്ചിന്റെ പരിസരം മാറുന്നു എന്നുള്ളതാണ്. അതിന് ആരാണ് ഉത്തരവാദികൾ? അവർക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുന്നത്? ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് തരത്തിലുള്ള പോംവഴികളാണ് ബാക്കിയാകുന്നത്? ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തേടേണ്ടത്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ കൃത്യമായി നഗരസഭയുടെ ഭാഗത്തു നിന്നും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുമൊക്കെ സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി, ആ സാമൂഹ്യ ഉത്തരവാദിത്വ ബോധം കൂടി ഉയരുമ്പോൾ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം കാണാൻ കഴിയുള്ളൂ. നമുക്ക് ശംഖുമുഖത്തും കോവളത്തും ഒക്കെ സമാനമായ സാഹചര്യങ്ങളുണ്ട്. വ്യക്തമാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് അധികാരികളുടെ, സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ പൊതുജനങ്ങളും ഇത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണണം. കാരണം പല വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലും ഒരു മിഠായി കടലാസ് പോലും അവിടെ കൊച്ചു കുട്ടികൾ പോലും പുറത്ത് കളയത്തില്ല. കൃത്യമായി വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്, ആ വേസ്റ്റ് ബിന്നുകളിലാണ് നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഒരു സംസ്കാരം വിദേശ രാജ്യങ്ങളിൽ കുട്ടിക്കാലം മുതലേ വളർത്തിയെടുക്കുന്നു. പക്ഷെ നമ്മുടെയൊക്കെ സ്കൂളുകൾ മുതലാണ്, അല്ലെങ്കിൽ വീടുകൾ മുതലാണ് ഈ ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടത്. സ്വയം നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ നാടാണ്, ഇവിടെ വൃത്തിഹീനമായി വൃത്തിയോടെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ഒരു ബോധ്യമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരാനിരിക്കുന്നുണ്ട്. മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ അല്പസമയത്തിനകം ശിക്ഷാവിധി വരും. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം വരും. പ്രതി ബാബു കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയതാണ് കേസ്. പ്രതിക്കെതിരെ കൊലപാതകം, വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. ആ വാർത്തയിലേക്ക് പോകും മുൻപ് സ്പോട്ട് ലൈവ് കാസർഗോട്ടേക്ക് ഒന്ന് പോവുകയാണ്. കാസർഗോഡ്
വൻ ഹണി ട്രാപ്പ് സംഘം പിടിയിൽ. യുവതികൾ ഉൾപ്പെടെ 7 പേരെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 59കാരൻ്റെ ഒരു നിമിഷം ഇപ്പം അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡാനി ഇപ്പോൾ ചേരുന്ന വിശദാംശങ്ങളുമായി. ഡാനി, എന്താണ് കോടതിയിൽ നൽകുന്ന വിവരങ്ങൾ, കോടതിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പ്രതി ബാബുവിന് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേരാണ് ഈ കേസിൽ കൊലപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിഷ്ഠൂരമായി കൊല നടത്തിയ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 38ഓളം വെട്ടുകൾ ഈ സ്മിതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകം, അത് അപൂർവങ്ങളിൽ അപൂർവം തന്നെ എന്ന് തന്നെ കോടതി കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് സ്മിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ബാബുവിനെ വധശിക്ഷ വിധിക്കുന്നത്. മറ്റ് 2 പേർ, അതായത് സ്മിതയുടെ മാതാപിതാക്കൾ ശിവനും അതോടൊപ്പം വത്സലയും, അവരെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തവുമാണ് വിധിച്ചിരിക്കുന്നത്. പ്രതി ബാബുവിന് 4,10,000 രൂപ പിഴ കൊടുക്കണം. വിവിധ വകുപ്പുകളായി പിഴ കൊടുക്കേണ്ടതുണ്ട്. ഈ തുക സ്മിതയുടെ ഇരട്ട കുട്ടികൾക്ക് നൽകുകയും വേണമെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അല്പസമയം മുമ്പ് ഈ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇപ്പോൾ കോടതി നടപടികൾ അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതി ബാബുവിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. 2018 ആണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു ഈ ഒരു കൊലപാതകം ഉണ്ടായത്. ഇതിൽ ബാബുവിന്റെ സഹോദരൻ ശിവനെയും ശിവന്റെ ഭാര്യ വത്സലയെയും ഒപ്പം അവരുടെ മകൾ സ്മിതയുമാണ് ഈ രീതിയിൽ നിഷ്ഠൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇവരുടെ ഈ ബാബുവിന്റെ തന്നെ സഹോദരങ്ങൾക്ക് നേരെ കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു. സ്മിതയുടെ ഇരട്ട കുട്ടികൾക്ക് നേരെയും അയാൾ കയ്യിലിരുന്ന വാക്കത്തി വീശുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർക്കും കുട്ടികൾക്കും ചെറുതായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊലപാതകം ഉൾപ്പെടെ 14 വകുപ്പുകളിലായാണ് ശിക്ഷ ചുമത്തിയിരുന്നത്. ഈ 14 വകുപ്പുകളിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് കോടതി അതിൽ കാര്യമായി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു 14 വകുപ്പുകളിലും ചെയ്ത കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഹാജരാക്കിയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് വ്യക്തമായിരിക്കുന്നുവെന്ന് അഡീഷണൽ സെഷൻ കോടതി വിധിക്കുകയുണ്ടായിരുന്നു. ഇതിനുശേഷം 2 ദിവസമായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം നടക്കുകയായിരുന്നു. വിധി സംബന്ധിച്ചുള്ള വാദം നടക്കുകയായിരുന്നു. അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2:30 കോടതി ചേരുകയും കോടതി ഈ കേസിൽ ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറയുകയും ചെയ്തത്. മുക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിൽ സ്മിതയുടെ കൊലപാതകം, അത് 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഡാനി, അത് എങ്ങനെയായിരിക്കും ഈ ശിക്ഷ എങ്ങനെയായിരിക്കും നടപ്പാക്കുക? കാരണം നമുക്കറിയാം സാധാരണ ഈ വധശിക്ഷയൊക്കെ നടപ്പാക്കാൻ കാലതാമസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കോടതി വിധിയിലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ഇരട്ട ജീവപര്യന്തത്തിന് ശേഷമായിരിക്കുമോ വധശിക്ഷ നടപ്പാക്കുക? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ശിക്ഷാവിധിയിലുണ്ടോ? ടോം, ഇപ്പോൾ വിധി പ്രസ്താവം കഴിഞ്ഞുള്ള അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായി ലഭ്യമാകും. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഇരട്ട ജീവപര്യന്തത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച പിന്നീട് വധശിക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരിക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ഇവിടേക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം അവരിത് സംബന്ധിച്ച കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യും. പൂർണ്ണമായ കാര്യങ്ങൾ എന്താണ്, ഈ ശിക്ഷാവിധിയുടെ വ്യക്തമായ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവർ വ്യക്തമാക്കുകയും ചെയ്യും. നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ടോം, ഇതിൽ 2-3 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. അതിലേറ്റവും നിഷ്ഠൂരമായി കണ്ടെത്തിയിരിക്കുന്നത് സ്മിതയുടെ കൊലപാതകമാണ്. 38ഓളം വെട്ടുകൾ ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. വളരെ നിഷ്ഠൂരമായി അവർ കൊല ചെയ്യപ്പെട്ടു. ഇത് വളരെ അപൂർവം തന്നെയാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു ശിക്ഷാ പ്രസ്താവത്തിലേക്ക് അടക്കം കടന്നു പോവുകയും ചെയ്തത്. മറ്റ് 2 കൊലപാതകങ്ങളിലാണ് ഇരട്ട ജീവപര്യന്തത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം 4,10,000 രൂപ ഇതിൽ പിഴ ഒടുക്കുകയും ചെയ്യണം. ഈ തുക കൊല്ലപ്പെട്ട സ്മിതയുടെ കുട്ടികൾക്ക് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മിതയുടെ ഇരട്ട കുട്ടികൾ, അവർക്കും ഈ കൊലപാതകം നടത്തുന്നതിൽ അവർക്കും
വെട്ടേറ്റിരുന്നു. അവരും ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യങ്ങളടക്കമുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇതിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മാഡം, ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കും. പറയട്ടെ. വിധിയെ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യണം. ഏറ്റവും ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ്. കാരണം ഒരു നീതി നടപ്പാക്കി എന്ന് തന്നെയാണ് നമ്മളുടെ തീർച്ചയായിട്ടുള്ള വിശ്വാസം. ഇതിൽ 3 പേരെ നിങ്ങൾക്കറിയായിരിക്കും, 3 പേരെ കൊല ചെയ്യപ്പെട്ട കേസാണ്. ഒരു 6 വർഷം മുമ്പ്, അതായത് ഈ ഫെബ്രുവരി 12 വരുമ്പോൾ 7 വർഷത്തിലേക്ക് കിടക്കുന്ന ഒരു കേസാണ്. 12/2/2018 തീയതി 3 പേരെ, അതായത് ഒരു അച്ഛൻ, അമ്മ, മകൾ, 3 പേരെ അവരുടെ അച്ഛന്റെ ഏറ്റവും ഇളയ സഹോദരനായ പ്രതി വാക്കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച കേസാണ്. ഇത് 3 ചെറിയ മക്കളുടെ മുന്നിൽ വെച്ചും ആണ് ഈ ദാരുണമായ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ കേസിന്റെ ട്രയല് ശരിക്കും പറഞ്ഞാൽ പറവൂര് സെഷൻസ് കോടതിയിൽ നടത്തേണ്ട കേസായിരുന്നു. നമ്മുടെ കുട്ടികളുടെ കോടതിയിലേക്ക് വരാനുള്ള കാരണം, ഇതിനകത്ത് ഒരു കുട്ടി 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു 307 IPC അതുകൂടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ കോടതിയിലേക്ക് കേസ് ട്രയലിന് വന്നത്. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഈ കേസിന്റെ ട്രയൽ നടന്നു. പിന്നീട് ഇതിനകത്ത് പ്രധാനപ്പെട്ട തെളിവുകളെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇഞ്ചുറീസാണ്. ഇഞ്ചുറീസിൽ എല്ലാവരുടെയും ചോപ്പ് വൂൺസ് എന്ന് പറയുന്ന, അതായത് ഇൻസൈസ്ഡ് വൂൺസ്, വാക്കത്തി കൊണ്ട് സ്കള്ളും നെക്കും പൊളന്നു പോയിട്ടുള്ള മുറിവുകളാണ് 3 പേർക്കും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രതിയുടെ ഇന്റൻഷൻ, അതാണ് കൊലപ്പെടുത്തുക എന്നുള്ള ഇന്റൻഷൻ. തീർച്ചയായിട്ടും ഈ തെളിവിലൂടെ, ഡോക്ടറുടെ തെളിവ്, ഒരേ ഡോക്ടർ തന്നെയാണ് 3 പേരെയും പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഡോക്ടർ ഉന്മേഷാണ് ഇതിലെ അതിപ്രധാനമായ ഈ തെളിവ് കോടതി മുമ്പാകെ അവതരിപ്പിച്ചത്. ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം പെനാൽറ്റി ആയിട്ടുള്ള ഡെത്ത് പെനാൽറ്റി ഒരു മർഡർ കേസിൽ, അതായത് 33 വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതിന്, അത് ഏറ്റവും ദാരുണമായിട്ടാണ്, 35 വൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊലപ്പെടുത്തിയതിനാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ബാക്കി അച്ഛന്റെയും അമ്മയുടെയും കൊലപ്പെടുത്തിയതിനുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ്. ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. ടിൽ ദ റിമൈനിങ് പാർട്ട് ഓഫ് ലൈഫ് ആണോ എന്നുള്ളത് കോടതി വിധി നമുക്ക് ഏതാണ്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടും, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഹൌസ് ട്രസ്പാസ്, അതിക്രമിച്ച് കയറി ഉപദ്രവിച്ചതിനും 307 കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് 10 വർഷം അതായത് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ് എല്ലാ വകുപ്പുകളിലും ബഹുമാനപ്പെട്ട കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പിന്നെ 440 വീട്ടിൽ കയറി അതിക്രമിച്ചത്, പിന്നെ 326 അവരെ ഗ്രീവിയസ് അവരെ ഹർട്ട് ഉണ്ടാക്കിയതിന്, പിന്നെ ഈ സ്മിത എന്ന അവർക്ക് പ്രത്യേകമായിട്ട് 324 എന്നൊരു ഒരു സെക്ഷൻ ഉണ്ട്. അത് ഈ പെണ്ണിനോടുള്ള, സ്ത്രീകളോടുള്ള 2 സ്ത്രീകളുണ്ട് ഇതിനകത്ത്. ഈ 2 സ്ത്രീകളോടുമുള്ള അതിദാരുണമായ ഈ കൃത്യത്തിന് ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവ്. അങ്ങനെ ടോട്ടൽ 46 വർഷം തടവാണ്. ഇതിന്റെ തുക, ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് 4,10,000 രൂപ. ഇതിൽ ഈ ടേം സെന്റൻസ് ഫസ്റ്റ് ചെയ്യും. ഇപ്പൊ ഡെത്ത് പെനാൽറ്റിയുടെ കൺഫർമേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ മാത്രമേ അതിന്റെ ബാക്കി നടപടികൾ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പൊ ഡെത്ത് പെനാൽറ്റി എക്സ്ട്രീം പെനാൽറ്റിയാണ് നമ്മൾ 302-ലും പ്രതീക്ഷിച്ചതെങ്കിലും, ഒന്നിലാണ് എങ്കിലും ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്ന ഒരു, അത് തൊട്ടടുത്തുള്ള തന്നെ 2 ഈ മരണം 302-ന് ആകെ 2 ഉള്ളൂ. ഒന്ന് ലൈഫും ഒന്ന് ഈ ഡെത്താണ്. അതിൽ ഒന്നിൽ ഡെത്ത് കിട്ടിയെന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് തന്നെയാണ് ഈ ശിക്ഷ. ശരിയായ വിധിയാണ് ഈ കോടതി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത്. കൊല്ലപ്പെട്ട സ്മിതയുടെ ഭർത്താവാണ് സംസാരിക്കുന്നത്. ഭർത്താവും മകനും ഈ വിധി പ്രസ്താവന കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. സ്മിതയുടെ ഭർത്താവും മകൻ ബാബു ചെയ്തതിന്റെ ആ കുറ്റത്തിൻ്റെതായ ശിക്ഷകളെല്ലാം അവന് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ പ്രതീക്ഷിച്ച ഒരു ശിക്ഷ പ്രതിക്ക് കിട്ടി എന്ന് കരുതുന്നു. അന്ന് മകനായിരുന്നു? അല്ലല്ല, മകന് പരിക്കേറ്റി. ഇവനല്ല, ഇളയാക്കാൻ.
ഇപ്പോൾ സമയം മുമ്പ് സ്ക്രീനിൽ ഉണ്ടായിരുന്നത് അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. മറ്റ് 2 കൊലപാതകങ്ങൾ, അതായത് സ്മിതയുടെ പിതാവ് ശിവന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തിയ മറ്റ് 2 കൊലപാതക കേസുകളിൽ ഇരട്ട ജീവപര്യന്തമാണ്. സ്മിതയുടെ മക്കളെ വധിക്കാൻ ശ്രമിച്ചതിന് 10 വർഷം അധിക തടവുമുണ്ട്. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിക്ഷാവിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിധി നടപ്പാക്കുക എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, നമുക്കറിയാം വധശിക്ഷ കീഴ്ക്കോടതികൾ വിധിക്കുമ്പോൾ അതിന് ഹൈക്കോടതിയുടെ ഒരു അന്തിമ തീർപ്പ് വരേണ്ടതുണ്ട്. എല്ലാ കേസുകളിലും തന്നെയും അത് ആ രീതിയിൽ തന്നെയാണ്. കാരണം അതൊരു അന്തിമമായ ഒരു ശിക്ഷാവിധിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഹൈക്കോടതിയുടെ തീർപ്പ് അല്പം വരേണ്ടതുണ്ട്. അത് ഹൈക്കോടതി കൺഫേം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മറ്റ് വകുപ്പുകളിലുള്ള ശിക്ഷകൾ അത് അതിൻ്റെ ഒരു കാലയളവ് തുടങ്ങുകയും ചെയ്യും. അവർ നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിന്ദു വ്യക്തമാക്കിയതുപോലെ ഇതിൽ 2 കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തം തടവുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 14 വകുപ്പുകളിലായി വേറെയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറൽ, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ വകുപ്പുകളെല്ലാം തന്നെയുണ്ട്. അതിലെല്ലാം കൂടി 2 ജീവപര്യന്തം ഉൾപ്പെടെയും ഏതാണ്ട് 40 വർഷത്തോളമാണ് ഒരു ശിക്ഷാ കാലയളവ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം അതിൽ ജീവപര്യന്തത്തിൻ്റെ ഒരു കാലയളവായിരിക്കും സ്വാഭാവികമായും കണക്കിലെടുക്കുകയും ചെയ്ത്. അപ്പോൾ അതിനുശേഷമായിരിക്കും ഈ വധശിക്ഷ നടപ്പാക്കുന്ന നടപടികളിലേക്കടക്കം കടക്കുക എന്നാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷേ അതിന് എന്താണ് കോടതി അത് സംബന്ധിച്ച് പറയുക എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ 2018 നടന്ന വളരെ നിഷ്ഠൂരമായൊരു കൂട്ടക്കൊലപാതകത്തിന് ഇപ്പോൾ അതിനൊരു തീർപ്പ് വന്നിരിക്കുന്നു. അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് സംബന്ധിച്ച വിധി പ്രസ്താവിച്ചിരിക്കുന്നു. അവർ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ, ഈ പ്രത്യേക കോടതിയിലേക്ക് സ്ത്രീകളുടെയും കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്ന പ്രത്യേക കോടതി, അതിവേഗ കോടതി തന്നെയാണ്. ഇവിടേക്ക് വരാനുണ്ടായ കാര്യമെന്ന് പറയുന്നത് സ്മിതയുടെ കുട്ടികളിൽ ഒരാൾക്ക് 11 വയസ്സായിരുന്നവർക്ക് വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഈ കോടതിയിലേക്ക് അടക്കം വരികയും ചെയ്തത്. ഇതിപ്പോൾ ശിക്ഷ ഇത് സംബന്ധിച്ച് പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന വാദങ്ങൾ ഉണ്ടായിരുന്നു, ശിക്ഷ സംബന്ധിയായ വാദങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അതെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതിയെ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം അടക്കം നടത്തിയിരിക്കുന്നു. പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇത് ഈ കൂട്ടക്കൊലപാതകത്തിൽ സ്മിതയെ കൊലപ്പെടുത്തിയ രീതി, അതായത് 36 വെട്ടുകളോളം അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. 33 വയസ്സുകാരിയാണ് സ്മിത. അവർക്ക് വലിയ രീതിയിൽ തന്നെ അതിമാരകമായി തന്നെ അവർക്ക് മുറിവേറ്റിരുന്നു. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എല്ലാം തന്നെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിരുന്നു. അത് വളരെ അപൂർവമായിട്ട് തന്നെയാണത് കേസായിട്ട് തന്നെ കോടതി കാണുന്നു. കാരണം ഇത്രത്തോളം മാരകമായി അവരെ വെട്ടി കൊലപ്പെടുത്തുന്ന രീതി, അതോടൊപ്പം മറ്റ് 2 പേർക്കും തന്നെ വലിയ രീതിയിലുള്ള ഗുരുതരമായ രീതിയിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തലയ്ക്കടക്കം വെട്ടേറ്റിരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ഇങ്ങനെയൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഈ സ്മിതയുടെ കൊലപാതകത്തിൽ വധശിക്ഷയിലേക്ക് അടക്കം പോകേണ്ട ഒരു സാഹചര്യവും അതായിരുന്നു. ടോം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സ്മിതയെ കൊലപ്പെടുത്തിയ കേസ്, അതായത് ബാബുവിൻ്റെ സഹോദരൻ്റെ മകളായ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. ബാബുവിൻ്റെ സഹോദരൻ ശിവനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. फुटप्रिंट छोड़ने സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. എറണാകുളം ജില്ലാ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ബാബുവിന്റെ സഹോദരന്റെ മകൾ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. മറ്റ് 2 കൊലപാതക കേസുകളിൽ ഇരട്ട ജീവപര്യന്തവുമാണ് ശിക്ഷ. വീണ്ടും ഡാനി പോളിലേക്ക്. ഡാനി, ഈ ശിക്ഷാവിധിയുടെ ഇതുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം പറഞ്ഞത് ഈ പ്രതിയുടെ
ജയിലിലെ നല്ല നടപ്പും അതോടൊപ്പം മുൻകാല പശ്ചാത്തലം അടക്കം പരിശോധിക്കണം. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല ബാബു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ആക്രമണം നടത്തിയതാണ്, കൊലപാതകം നടത്തിയതാണ്. അതുകൊണ്ട് വധശിക്ഷ വിധിക്കരുതെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നോ കോടതി? തീർച്ചയായും ടോം, കാരണം അത് യാതൊരു രീതിയിലും കോടതി മുഖവിലയ്ക്ക് എടുത്തില്ല എന്നാണ്. കാരണം ഇത്രത്തോളം നിഷ്ഠൂരമായി, ഇത്രത്തോളം പൈശാചികമായി 3 പേരെ കൊലപ്പെടുത്തിയ ഒരു കേസാണ്. അപ്പോൾ അതിൽ മുൻപ് കൊല ചെയ്തിട്ടില്ല എന്നതും കൊലപാതകത്തിന് ശേഷം പ്രതി വളരെ മാന്യത പുലർത്തിക്കൊണ്ട് ഈ ജയിലിലടക്കം പെരുമാറിയെന്നുമെല്ലാം പറയുമ്പോൾ നല്ല നടപ്പ് എന്ന രീതിയിൽ പറയുമ്പോൾ പോലും ഈ കുറ്റകൃത്യത്തിന്റെ കാഠിന്യം ഒരു കാരണവശാലും കുറയുന്നില്ല എന്നതാണ്. കാരണം ഇപ്പോൾ നേരത്തെ സംസാരിച്ചിരുന്ന പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം വേളയിലെല്ലാം തന്നെ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത കാര്യമുണ്ട്. ഇത് മുറിവുകളുടെ ആഴവും എണ്ണവും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കൃത്യമായ ഇന്റൻഷനോടുകൂടി, കൃത്യമായ ഉദ്ദേശത്തോടുകൂടി തന്നെ, ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രതി എത്തിയത്. അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ്. ഇപ്പോൾ വധശിക്ഷയ്ക്ക് കാരണമാകുന്നത് സ്മിതയുടെ കൊലപാതകം നടത്തിയ രീതി, അവർക്ക് വെട്ടേറ്റ കാര്യങ്ങളെല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്നത്, പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ 38ഓളം തവണ ഇവരുടെ ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്, തലയിലടക്കം മുറിവേറ്റുണ്ട്. ഇതെല്ലാം തന്നെ വളരെ ആഴത്തിലേറ്റ മുറിവുകളായിരുന്നു എന്നതാണ്. അത്രയ്ക്ക് വളരെ പ്രതികാരവാങ്ങിയോടുകൂടി തന്നെയായിരുന്നു അവരെ ആക്രമിച്ചത്. അവരെ മാത്രമല്ല മറ്റു 2 പേരെയും, ഈ സ്മിതയുടെ മാതാപിതാക്കളായ ഇയാളുടെ ഈ ബാബുവിന്റെ സഹോദരൻ ശിവനെയും അവരുടെ ഭാര്യ വത്സലയും എല്ലാം തന്നെ ഇതേ രീതിയിൽ തന്നെയാണ്. മുറിവുകളെല്ലാം തന്നെ വളരെ ആഴത്തിലുള്ളതും വളരെ ആക്രമിച്ച് അവരെ മുറിപ്പെടുത്തുന്ന രീതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ഈ സ്മിതയുടെ ഇരട്ടക്കുട്ടികൾ 2 പേരുണ്ടായിരുന്നു. സ്മിതയ്ക്ക് 3 കുട്ടികളാണുള്ളത്. അതിൽ 2 പേരുണ്ട്. ഈ ഇരട്ടക്കുട്ടികൾക്ക് നേരെയും തന്നെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഇളയ കുട്ടിക്കായിരുന്നു കൂടുതൽ പരിക്കുക. അവർക്ക് ആ കുട്ടിയുടെ കൈക്ക് തന്നെ ആഴത്തിൽ പരിക്കേറ്റിരുന്നു. അപ്പോൾ കുട്ടികളെ പോലും വെറുതെ വിടാത്ത രീതി, അവർക്ക് നേരെ പോലും ആക്രമണം അഴിച്ചുവിടുന്ന ഒരു രീതി. അപ്പം തന്നെ ഇയാളുടെ മറ്റു സഹോദരന്മാരെയും ആക്രമിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെയധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വളരെ ആക്രമണം അവിടെ അഴിച്ചുവിടുകയും എല്ലാം തന്നെ ഇയാൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിക്ക് പറ്റിയവർക്കെല്ലാം മറ്റു പരിക്ക് പറ്റിയവർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവർ, കൊല്ലപ്പെട്ടവർ, അവർക്ക് വളരെ ആഴത്തുള്ള, വളരെ മൃഗീയമായ രീതിയിലുള്ള മുറിവുകളാണ്. സ്മിതയുടെ മക്കൾക്കേറ്റ മാനസികാഘാതം അത് ചെറുതൊന്നുമല്ല. കാരണം ചെറിയ പ്രായത്തിൽ സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് കാണേണ്ടി വന്ന ആ ഒരു ദുർഗതി, മാത്രമല്ല അവർക്ക് നേരെയും വധശ്രമം വന്നുണ്ടായിരുന്നു. ഈ സ്മിതയുടെ ഭർത്താവും ഒരു മകനും ഈ ശിക്ഷാവിധി കേൾക്കാൻ എത്തിയിരുന്നു. മറ്റ് ബന്ധുക്കൾ കോടതിയിലുണ്ടായിരുന്നോ? മറ്റു ബന്ധുക്കൾ കോടതിയിലേക്ക് എത്തിയിരുന്നില്ല. നേരത്തെ നമ്മൾ അവരുടെ അഭിമുഖം എടുക്കുമ്പോൾ പറഞ്ഞു, വളരെ പരിമിതമായ വാക്കുകളിൽ തന്നെ അവർ പറഞ്ഞു അർഹമായ ഒരു ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് സ്മിതയുടെ ഭർത്താവ് പറഞ്ഞിരുന്നു. ഈ രീതിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളുടെ ഒരു പ്രതികരണം മാത്രമായിരുന്നു അവരിൽ നിന്ന് ഉണ്ടായിരുന്നത്. കാരണം അവർക്കേറ്റ ആഘാതങ്ങൾ വലുതാണ്. കാരണം അവരുടെ ചെറിയ കുട്ടികൾ, ഇവർക്കെല്ലാം തന്നെ ഏറ്റവും മാനസികാഘാതം, ഇതെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ടോം അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്നത് മറ്റ് 14 വകുപ്പുകൾക്ക് പ്രകാരം ഓരോ വകുപ്പിലും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഓരോ വകുപ്പിലും ശിക്ഷ വിധിച്ചിട്ടുണ്ട്, പ്രത്യേകം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളം ഈ ജീവപര്യന്തം കൂടാതെ തന്നെ, ഇരട്ട ജീവപര്യന്തം കൂടാതെ തന്നെ മറ്റ് ഓരോ വകുപ്പുകളിലും 3 വർഷം 4 വർഷം എന്ന രീതിയിൽ തന്നെ അതെല്ലാം കൂട്ടിയെടുക്കുമ്പോൾ ഏതാണ്ട് 40 വർഷത്തോളം ശിക്ഷ വേറെയുമുണ്ട്. പക്ഷേ അതിൽ ജീവപര്യന്തം എന്നത് തന്നെയായിരിക്കും സ്വാഭാവികമായും ഇങ്ങനെയുള്ള ശിക്ഷാവിധികളിലെല്ലാം തന്നെ നടപ്പാവുന്നത്. ഇതിനുശേഷമായിരിക്കും വധശിക്ഷ എന്ന രീതി, വധശിക്ഷയിലേക്ക് അടക്കം പോകുന്നത്. അതിന് ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയ്ക്ക് ഹൈക്കോടതി ഇതിലൊരു അന്തിമമായ തീർപ്പടക്കം കൽപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായ മേൽക്കോടതികളിൽ ഇതിൻ്റെ ഹർജികളെല്ലാം തന്നെ വരും. അപ്പോൾ അതിൽ ഹൈക്കോടതിയുടെ കൂടി ഒരു അന്തിമ തീർപ്പ് വന്നതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോകുക. എന്തായാലും ഇതിൽ വലിയ രീതിയിൽ തന്നെ കോടതി ഈ കൊലപാതകത്തെ, ഈ കൂട്ടക്കൊലപാതകത്തെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി കണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ശിക്ഷാവിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. ഇതിൽ 2018 അന്ന് ഈ സംഭവം നടക്കുമ്പോൾ തന്നെയും അത് ആ പ്രദേശത്തെ ആകെ ഞെട്ടലാക്കിയ ഒരു സംഭവമായിരുന്നു. കാരണം ഒരാൾ ഈ വീട്ടിൽ കയറി വെട്ടി വീഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം പോകും, അതും സ്വന്തം സഹോദരങ്ങളെ മൃഗീയമായ രീതിയിൽ തന്നെ ആക്രമിക്കുക, അതിൽ 3 പേർ കൊല്ലപ്പെടുക, ഒപ്പം കുട്ടികൾ
കുട്ടികളെ അടക്കം പിന്തുടർന്ന് ചെന്നുകൊണ്ട് ആക്രമിക്കുക, കയ്യിലിരുന്ന വാക്കത്തി കൊണ്ട് എല്ലാവരെയും വെട്ടുക എന്നതിൽ ആ രീതിയിലേക്ക് പോകുന്നു. തുടർന്ന് ഇയാൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് സമീപത്തെ ഒരു അമ്പലക്കുളത്തിലേക്ക് ചാടിക്കുകയായിരുന്നു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് പറഞ്ഞത്. പിന്നീട് ഇയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്തായാലും അത്തരം സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിചാരണ ഒരു കാലാവധി പൂർത്തിയായതിനു ശേഷമാണ് വിധിയിലേക്ക് വരുന്നത്. ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് തന്നെ കോടതി പറഞ്ഞിരുന്നു, ചെയ്ത എല്ലാ കോടതിയിലേക്ക് വന്ന മുഴുവൻ ചാർജുകളിലും മുഴുവൻ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളും സംശയാതീതമായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി പറയുകയുണ്ടായി. ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നു. ഇതിൽ എന്താ പറയുവാനുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാദിക്കാനുണ്ടോ ഇത് സംബന്ധിയായ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പ്രതിഭാഗത്തിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ടോം സൂചിപ്പിച്ചിരുന്നത് പോലെ ഇതിൽ ഈ വിചാരണ കാലത്തെ നല്ല നടപ്പും പ്രതി മുൻപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന തീർത്തും ദുർബലമായ 2 വാദങ്ങൾ മാത്രമായിരുന്നു കോടതിക്ക് മുൻപാകെ വയ്ക്കുവാനുണ്ടായത്. അത് കോടതി ഒട്ടും തന്നെയും പരിഗണിച്ചിട്ടില്ല. കാരണം ഈ കുറ്റകൃത്യങ്ങളുടെ ആഴവും വ്യാപ്തിയുമെല്ലാം വളരെ വലുതാണ്. കാരണം ഇത് സമൂഹത്തിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് എന്ന കോടതിയുടെ വിലയിരുത്തൽ തന്നെയാണ് ഒടുവിൽ നടപ്പാകുന്നത്. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നു. പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ അതെല്ലാം തന്നെ കോടതിയിൽ നിലനിൽക്കുന്നതാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയും വിധിച്ചിരിക്കുന്നു. പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇരട്ട ജീവപര്യന്തമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളിലായിട്ട് ഏതാണ്ട് 40 വർഷത്തോളം പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? ഈ ഒരു ശിക്ഷയ്ക്കെതിരെ, വധശിക്ഷയ്ക്കെതിരെ മേൽക്കോടതിയെ ഉടൻ തന്നെ സമീപിക്കാനുള്ള നീക്കമുണ്ടാകുമോ? ടോം, ഇതുവരെയും ഒരു പ്രതികരണത്തിലേക്ക് പ്രതിഭാഗം കടന്നു വന്നിട്ടില്ല. സ്വാഭാവികമായും രീതി അനുസരിച്ച് മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ തന്നെയും അപ്പീൽ നൽകുക, അല്ലെങ്കിൽ ഈ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ എതിർവാദമുഖങ്ങളുമായി ചെല്ലുക എന്നത് ഈ നടപടികളുടെ ഒരു സ്വാഭാവികതയാണ്. അത് ആ രീതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്നുകൂടി, ഇതിൽ 4,10,000 രൂപയാണ് കോടതി ഇയാൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ തുക സ്മിതയുടെ കുട്ടികൾക്ക് നൽകണം എന്നാണ് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു അന്തിമമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഈ ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ മറ്റു വകുപ്പുകളിലായി, ഏതാണ്ട് 14ഓളം വകുപ്പുകളിലായി 36 വർഷമാണ് ഈ ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ ഇയാൾക്ക് മറ്റു വകുപ്പുകളിൽ കൂടി ശിക്ഷ കോടതി പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമായും ജീവപര്യന്തം എന്നതിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും. മറ്റ് ചുമത്തിയ വകുപ്പുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാലാവധിയാണ് 36 വർഷമെന്ന് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ രീതിയിലൊരു ചിത്രം കൂടി എത്തേണ്ടതുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി, അത് ജീവപര്യന്തം ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷമാണോ എന്നതെല്ലാം തന്നെയും ഇനി വരേണ്ട കാര്യമാണ്. ടോം, ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ബാബുവിന്റെ സഹോദരന്റെ മകൾ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. വീണ്ടും ഡാനി, ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് കാരണം ഒരു വളരെ സന്തോഷകരമായ വിധിയാണ്, സ്വാഗതാർഹമാണ്, മാതൃകാപരമായ വിധിയെന്നാണ്. സാധാരണ നമുക്കറിയാം ഇത്തരം കൂട്ടക്കൊലക്കേസുകളിലൊക്കെ പൂർണ്ണമായ ഒരു വധശിക്ഷ അതല്ലെങ്കിൽ ഒരൊറ്റ വിധിയായിരിക്കാൻ സാധ്യത. പക്ഷെ ഇതിൽ ഇരട്ട ജീവപര്യന്തം, അതോടൊപ്പം മക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് വേറെ 10 വർഷം അധിക തടവ്, മറ്റ് 14 വകുപ്പുകളിലായി വേറെയും ശിക്ഷകൾ, അതായത് വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനടക്കമുള്ള ശിക്ഷകളുണ്ട്. ഒരു മാതൃകാപരമായ ശിക്ഷയെന്ന് തന്നെ ഇതിനെ കാണണ്ടേ? കാരണം സാധാരണ നമുക്കറിയാം തൂക്കുകയർ വിധിച്ചു, വധശിക്ഷ വിധിച്ചെന്നൊക്കെ പറയുമ്പോൾ എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞു. കാരണം ആ കൊലയാളി, ക്രൂരത നടത്തിയ വ്യക്തി ഇതിൻ്റെ ഒരു തിക്താനുഭവങ്ങൾ അനുഭവിക്കാതെ ഈ ലോകത്തു നിന്നും വിട പറയുന്നൊരവസ്ഥയാണല്ലോ സാധാരണ തൂക്കുകയർ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇവിടെ തടവ് ശിക്ഷ അനുഭവിക്കണം, ജയിലിൽ കഴിയണം, അതിനുശേഷമായിരിക്കും തൂക്കുകയർ ഈ വധശിക്ഷ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു മാതൃകാപരമായ ശിക്ഷയായി തന്നെ ഇതിനെ കാണണ്ടേ? അത് ചോദിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഇതിൽ ഓരോ വകുപ്പുകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. അത് തന്നെയാണ് ഇതിൽ മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. കാരണം സ്ത്രീകൾക്കെതിരായ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുട്ടികൾക്കെതിരായ ആക്രമണം, വീട്ടിൽ അതിക്രമിച്ച് കയറുക തുടങ്ങി ഓരോ വകുപ്പുകളും കോടതി എണ്ണി പറഞ്ഞുകൊണ്ട് ഓരോന്നിനും പ്രത്യേകം ശിക്ഷ
വിധിച്ച് പോകുന്ന രീതിയായിരുന്നു. സാധാരണഗതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധശിക്ഷ എന്ന് പറയുമ്പോൾ അതിന് അപ്പുറത്തേക്കുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുമ്പോൾ മറ്റ് വകുപ്പുകൾ പ്രകാരം എന്ത് ചെയ്തു എന്നതിനപ്പുറം. പക്ഷേ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വകുപ്പുകളിലും ചുമത്തിയ എല്ലാ വകുപ്പുകളിലും പ്രത്യേകമായിട്ട് തന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നു, പിഴ ശിക്ഷ ഒടുക്കിയിരിക്കുന്നു. അത് ആർക്ക് നൽകണമെന്ന് സംബന്ധിച്ച് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെയുമാണ് 2 കൊലപാതകങ്ങൾക്ക് ഇരട്ട ജീവപര്യന്തമായി ശിക്ഷ വേറെയും വിധിച്ചിരിക്കുന്നു. ആ കൊലപാതകങ്ങൾ 3 പേരെ കൊന്നിരിക്കുന്നു, 2 പേരുടെ കൊലപാതകത്തിൽ ശിക്ഷ പ്രത്യേകം വിധിക്കുകയും ഒപ്പം തന്നെ 3ാമത്തെ കൊലപാതകം അത് അതിനിഷ്ഠൂരമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കോടതി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പരിഗണിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് തന്നെ കരുതാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ ഇങ്ങനെ അവരുടെ മക്കളുടെ എല്ലാം തന്നെ കൺമുന്നിലിട്ടുകൊണ്ട് ഇത്രയ്ക്ക് ക്രൂരമായി വെട്ടി മുറിവേൽപ്പിച്ച് കൊന്നിരിക്കുന്നു എന്നതാണ്. 38ഓളം തവണ അവരുടെ ശരീരത്തിൽ ഇയാൾ വാക്കത്തി ആഞ്ഞു വീശിയിട്ടുണ്ട്. വലിയ ഗുരുതരമായ രീതിയിൽ തന്നെ മുറിവേറ്റു. ഒരു തവണ പോലും ആ പശ്ചാത്താപത്തിൻ്റെ യാതൊന്നും തന്നെ പ്രകടിപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു പിൻവാങ്ങൽ പോലും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു ശരീരത്തിൽ തന്നെ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ 36 തവണ ഈ വാക്കത്തി വെട്ടിയിറക്കുക എന്ന രീതി, അത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തന്നെയാണ് കോടതി കണക്കിലെടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, അതിനുശേഷം മകളുടെ നേർക്ക് തിരിയുന്നു, അവരെ വളരെ ക്രൂരമായി വെട്ടുന്നു. ഇവരുടെ എല്ലാം തന്നെ ശരീരത്തിലെമ്പാടും വെട്ടേറ്റ പാടുള്ളൂ, തലയിലടക്കം വെട്ടേറ്റ പാടുള്ളൂ. ഒരിക്കലും അങ്ങനെ ഈ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമില്ലാതെ ഒന്ന് പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക, അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊരാൾക്കാണെങ്കിൽ അത്രയൊന്നും ചെയ്യാതെ തന്നെ ഇതെല്ലാം തന്നെ അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല, അത് കരുതിക്കൂട്ടി തന്നെ വന്നതാണ്. ഇത് വളരെ ഹീനമായിട്ട് തന്നെ നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ പോലും ഇതിൻ്റെ ഇടയിൽ പശ്ചാത്തപിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം ഉയർത്തിയ വളരെ ദുർബലമായ വാദമുഖങ്ങൾ അതിൽ കോടതി മുഖവിലേക്കെടുക്കാതിരുന്നത്. കോടതി മുൻപാകെ പറഞ്ഞ കാര്യങ്ങൾ ഈ ശിക്ഷയ്ക്ക് ശേഷം ഇയാൾ നല്ല നടപ്പായിരുന്നു എന്നതും ഇതിനു മുൻപ് മറ്റ് കുറ്റകൃത്യങ്ങൾ ഒന്നിലും ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതൊന്നും തന്നെ വിലപ്പോയില്ല എന്നതാണ്. കാരണം മുൻപ് ചെയ്തിട്ടില്ല എന്ന കാര്യങ്ങൾ ഈ 3 കൊലപാതകം വളരെ കൃത്യമായും ക്രൂരമായും നടപ്പാക്കിയതിലൂടെ തന്നെ ആ വാദമുഖങ്ങളെല്ലാം പൊളിയുന്നതാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഒരു സ്ത്രീയെ അവരുടെ മക്കളുടെ തന്നെ കൺമുന്നിലിട്ട് വെട്ടിക്കൊന്നിരിക്കുന്നു. അവരുടെ മക്കളെ ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിലാണ് പ്രതി ബാബുവിന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. प्रीति 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 സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കാസർഗോഡ് ഹണി ട്രാപ്പ് സംഘം പിടിയിൽ. യുവതികൾ ഉൾപ്പെടെ 7 പേരെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 59കാരന്റെ നഗ്നചിത്രങ്ങൾ പകർത്തി പണം തട്ടിയെടുത്ത കേസിലാണ് സംഘം അറസ്റ്റിലായത്. കവർച്ച കേസുകൾ ഉൾപ്പെടെ പ്രതികളായവരാണ് പിടിയിലായത്. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ബൈജു, എങ്ങനെയാണ് യുവതി ഉൾപ്പെടെ ഈ ദമ്പതികളടങ്ങുന്ന സംഘം ഈ 59കാരിൽ നിന്നും പണം തട്ടിയത്? ടോമെ, കോഴിക്കോട് സ്വദേശിയായ ഫൈസൽ, ഇയാളുടെ ഭാര്യ റുബീന, ഇവർ 2 പേരാണ് ഇത്തരത്തിൽ ഉദുമ ബാര സ്വദേശിയെ ഇത്തരത്തിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടിയതായി പരാതി വന്നിരിക്കുന്നു. ഇവർക്കൊപ്പം 5 അംഗ സംഘം കൂടി ഉണ്ടായിരുന്നു. ഇതൊരു വലിയ റാക്കറ്റ് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഫോൺ കോളിലൂടെയാണ് ഈ വ്യവസായിയെ ഇവർ ഈ റുബീന പരിചയപ്പെടുന്നത്. പിന്നീട് തനിക്ക് ലാപ്ടോപ്പ് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു. ഇതേ തുടർന്ന് മംഗളൂരുവിലേക്ക് പോവുകയും അവിടെ റൂമിൽ വെച്ച് ഹോട്ടലിൽ വെച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നാണ് പറയുന്നത്. പിന്നീട് പഠനക്കാടുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഇത്തരത്തിൽ 4,90,000 രൂപ കൂടി വാങ്ങിയെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ തന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇവർ ഇത്തരത്തിൽ ഹണി ട്രാപ്പ് നടത്തിയത്. ഈ കാര്യം പിന്നീടും പണം ആവശ്യപ്പെട്ടോടാണ് ഇത്തരത്തിൽ മേൽപ്പറമ്പ് പോലീസിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഹണി ട്രാപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ പിന്നീട് വീണ്ടും ഒരു ഹണി ട്രാപ്പ്. ഇതിൽ പല കേസുകളിലും പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് പ്രത്യേകത. ഏതായാലും ഇത്തരത്തിൽ യുവതികളെ ഉപയോഗിച്ച് വലിയ തോതിൽ സംഘം ഈ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പരിപാടി സംഭവങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പരാതി വരുന്നതാകട്ടെ വളരെ ചുരുക്കം
പേർ മാത്രമാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല അതിർത്തി പങ്കിടുന്ന മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യവസായികളെ ടാർഗറ്റ് ചെയ്താണ് പലപ്പോഴും ഇത്തരം കേസുകൾ നമുക്ക് ഒടുവിൽ കാണാൻ സാധിക്കുന്നത്. എന്നാലും ഇതിലും 59കാരനായ ബാര സ്വദേശിയായ ഒരു വ്യവസായിയാണ്. സമാനമായ രീതിയിൽ ഇതുപോലെ ഇവരുടെ ഹണി ട്രാപ്പിൽ മറ്റാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസിൽ ഇവർക്ക് മറ്റേതെങ്കിലും കേസുമായി ബന്ധമില്ല. ഇതിൽ ഒരാൾ മാത്രമാണ് ബേക്കൽ അതുപോലെ തന്നെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതി, മോഷണ കേസുകളിൽ ഉൾപ്പെടെയുള്ള പ്രതി എന്ന് പറയുന്നത്. അതിന് മുൻപ് ഈ സംഘം ഹണി ട്രാപ്പിലൂടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് മേൽപ്പുറം പോലീസ് പറയുന്നത്. സമാനമായ രീതിയിൽ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൽ 2ാം തവണയാണ് അത്തരത്തിലൊരു ഹണി ട്രാപ്പ് നടന്നത്. ഇവർ വിവാഹം കഴിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു കൊച്ചിയിലുള്ള ഒരു വ്യവസായിയാണ് ഇവർ ഹണി ട്രാപ്പിലൂടെ ഇത്തരത്തിൽ നിരന്തരം പണം ആവശ്യപ്പെടുകയും അവസാനം അത് ഹോസ്റ്റൽ പോലീസിൽ പരാതി നൽകിയും പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്തു. ആ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നേരത്തെയും ഈ സമാനമായ രീതിയിൽ കാസർഗോഡ് നഗരത്തിൽ ഒരു മൊബൈൽ വ്യാപാരിയെ ഇത്തരത്തിൽ ഇവർ ഹണി ട്രാപ്പിൽ പെടുത്തിയിരുന്നു. എന്തായാലും ഈ കേസുകൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത് വളരെ കുറവ് കേസുകൾ മാത്രമാണ്. കാരണം നാണക്കേട് മൂലം പലരും ഇത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണം. ഇപ്പോൾ 5 ലക്ഷത്തോളം രൂപ കൈക്കലാക്കിയതിനു ശേഷം പിന്നീടും പണം ആവശ്യപ്പെട്ടതോടെ കൂടിയാണ് ഈ വ്യവസായി ഇത്തരത്തിൽ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരെല്ലാം കാസർഗോഡ് ജില്ലക്കാരാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫൈസലും റുബീനയും ഇവർ കോഴിക്കോട് സ്വദേശികളാണ്. മറ്റൊരു സ്ത്രീ കൂടി ഇതിൽ നസ്രത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 സ്ത്രീകളും അതുപോലെ തന്നെ 5 പുരുഷന്മാരുമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇവർ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. പലരും ഇത് പറയാൻ പുറത്തും മടിക്കുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകത. ഇതിൽ പോലീസ് പറയുന്ന തരത്തിൽ തന്നെ ഇതിൽ പരാതി പലപ്പോഴും എത്താത്തതാണ്. എന്നാലും ഇത്തരം കേസുകൾ നിരന്തരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ ഹണി ട്രാപ്പ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഈ സംഘങ്ങളുടെ വലിയൊരു കേന്ദ്രം തന്നെയാണ്. നേരത്തെ കഞ്ചാവ്, ലഹരി ഉൾപ്പെടെയുള്ള കടത്ത് സംഘങ്ങളാണ് ഇതിൽ പലരും ഉണ്ടാകുന്നത്. അത്തരം സംഘങ്ങളാണ് ഈ ഒരു ഹണി ട്രാപ്പ് എന്ന ബൈജു സൂചിപ്പിച്ചതുപോലെ നിരവധി ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോൾ കാസർഗോഡ് വലിയ രീതിയിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളടക്കം ഏർപ്പെടുന്നുണ്ട്. ബൈജു, ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഈ 59കാരൻ ഏത് സാഹചര്യത്തിലാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്? കാരണം ഈ ഒരു ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു, നഗ്നചിത്രങ്ങൾ പകർത്തി, അത് ഏതെങ്കിലും രീതിയിൽ സമൂഹ മാധ്യമങ്ങളുടെ ഇവർ പ്രചരിപ്പിച്ചിരുന്നോ? ടോമെ, പ്രധാനമായും 10,000 രൂപയാണ് ആദ്യം ഇയാളിൽ നിന്നും കൈക്കലാക്കിയത്. ഒരു ലാപ്ടോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ട് അത് വാങ്ങിച്ച് നൽകാൻ മംഗളൂരിലേക്ക് പോയതായിരുന്നു. അവിടെ ഇവർ ഹോട്ടലിൽ പോവുകയും ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പകർത്തിയെന്നാണ് പറയുന്നത്. പിന്നീട് കാസർഗോഡ് തന്നെ പടന്നക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോവുകയും അവിടെ നിന്നും 4,90,000 രൂപ ഇവർ കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും പണം ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഇയാൾ ഇതില്ലെങ്കിൽ, പണം നൽകിയില്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ അയച്ചു നൽകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ പണം തട്ടാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒടുവിൽ മേൽപ്പറമ്പ് പോലീസിൽ ഈ നിരന്തരം പണം ആവശ്യപ്പെട്ടതോടുകൂടി മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ സംഘങ്ങളെ പോലീസ് വലയിലാക്കുന്നതും ഈ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഈ സംഘത്തിൽ 7ഓളം പേരുണ്ടത് എന്നത് തന്നെയാണ് വലിയ ഗൗരവമായ കാര്യം. കാരണം ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പൊ പിടിയിലായത് വളരെ ചുരുക്കം പേരായിരിക്കും. ഇത്തരത്തിൽ നിരവധി പേർ ഇത്തരത്തിൽ പലരെയും, അതായത് മൊബൈൽ ഫോൺ, മിസ് കോൾ
അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെടുകയും വലിയ അടുപ്പം സ്ഥാപിക്കുകയും പിന്നീട് ഇത്തരത്തിൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ പൊതുവെ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ കൊച്ചി സ്വദേശി വ്യവസായിയെ 5 ലക്ഷത്തോളം രൂപയായിരുന്നു അന്ന് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി വാങ്ങിയത്. ഒടുവിൽ സഹിക്കാനാവാതെയാണ് ഈ പോലീസിൽ പരാതിയുമായി രംഗത്ത് വന്നത്. പല കേസുകളിലും പരാതി എത്തുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാലും ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ പ്രതികളെയും പോലീസിനെയും മേൽപ്പറമ്പ് പോലീസിനെയും പിടികൂടാനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. എന്നാലും ഈ കേസിലെ എല്ലാ പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. വ്യക്തമാണ്. KB ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് വൻ ഹണി ട്രാപ്പ് സംഘം പിടിയിലായത്. യുവതിയും ദമ്പതികളും അടങ്ങുന്ന 7 അംഗ സംഘത്തെയാണ് മേൽപ്പറമ്പ് പോലീസ് പിടികൂടിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.